ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എക്സൽ വളരെ ഈസിയായി എളുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ ചാനലിൽ സ്ട്രക്ചേർഡ് മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഒരു ബിഗിനർ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. സോ അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ബിഗ് ഡാറ്റാസ് ഒക്കെ എടുത്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അത് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഈ 1+1=2 എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ പഠിപ്പിച്ച് കാണിച്ചു തരുന്നത്. അത് ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു പ്രോബ്ലംസ് മാത്രം നിങ്ങൾ സോൾവ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലേക്ക് എത്താൻ പറ്റും. ഐ ക്യാൻ ഗിവ് യു ദാറ്റ് പ്രോമിസ്. ബിക്കോസ് ഇത് തന്നെ മതി നിങ്ങൾക്ക് എക്സൽ അഡ്വാൻസ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. So let's dive into today's topic. ഇൻ എവറി ഫീൽഡ് നമുക്ക് ബിഗ് ഡാറ്റ ആയിരിക്കും ഹാൻഡിൽ ചെയ്യാനുണ്ടാവുക. സോ എക്സലിൽ ബിഗ്ഗസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് മാക്സ് മിൻ ഫങ്ഷൻ. ഓഫീസ് അല്ലെങ്കിൽ ഫൈനാൻസ് ഫീൽഡ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അതും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡ് ഇവർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാനുണ്ടാകുന്ന എക്സൽ ഫങ്ഷനാണ് ഈ മാക്സ് മിൻ ഫങ്ഷൻ. ഒരു റേഞ്ച് ഓഫ് സെൽസിൽ നമ്മൾ മിൻ മാക്സ് ഫങ്ഷൻസ് നമുക്ക് ക്വിക്കായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡാറ്റ തന്നിട്ട് ബിഗ് ഡാറ്റ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണ് അല്ലെങ്കിൽ ഇതിലെ ലോവസ്റ്റ് വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ മിൻ മാക്സ് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈനാൻസ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്പനിയുടെ മാസത്തെ എക്സ്പെൻസ് അഥവാ ചിലവുകൾ അനലൈസ് ചെയ്യേണ്ടി വരും അല്ലേ. അതിൽ ആ മാസത്തിൽ നമുക്ക് കമ്പനിക്ക് വന്ന ഏറ്റവും ഉയർന്ന ചിലവ് ഹയസ്റ്റ് എക്സ്പെൻസ് ഏതാണെന്നും അതുപോലെ ലോവസ്റ്റ് എക്സ്പെൻസ് ഏതാണെന്നൊക്കെ നമുക്ക് ക്വിക്കായിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈക്ക് കമ്പനിയുടെ പ്രതിമാസ വരുമാനം, മന്ത്ലി റവന്യൂ, ലോവസ്റ്റ് റവന്യൂ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് 2 minutes കൊണ്ട് ഈ മാക്സ് മിൻ ഫങ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് മാക്സ് മിൻ ആൻഡ് മാക്സ് ഫങ്ഷൻ യൂസ് ചെയ്യുക, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇത് ബേസിക് ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, നമ്മൾ സം ഫങ്ഷൻ ചെയ്ത പോലെ തന്നെ ലൈക്ക് സെല്ലിൽ പോയിട്ട് ഈക്വൽ ടു കൊടുക്കുക, മെൻ എന്ന ഫങ്ഷൻ കൊടുക്കുക, ദെൻ ബ്രാക്കറ്റിനകത്ത് ഏതൊരു സെല്ലിലുള്ള വാല്യൂസ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് മിനിമം വാല്യൂ കണ്ടെത്തേണ്ടത് ആ വാല്യൂസ് സെല്ലിലുള്ള നമ്പേഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് മാക്സ് ഫങ്ഷൻ്റെ സിൻടാക്സ്. Example, to find the minimum value among the cells A1, C1, E1, ഈ 3 സെൽസിൻ്റെ വാല്യൂസ് തമ്മിലുള്ള മിനിമം വാല്യൂ ഏതാണെന്ന് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു മിനിമം ദെൻ A1, C1, E1 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് മാക്സ് ഫങ്ഷനും സെയിം വേ മാക്സ് കൊടുക്കുക, എൻ്റർ ചെയ്യും. ഓക്കെ, ഇവിടെ A1 ഉള്ള വാല്യൂ 9ഉം C1 വാല്യൂ 2ഉം 3 ആൻഡ് E1 വാല്യൂ 5ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 എന്നും കിട്ടി, അതുപോലെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 9 എന്നും കിട്ടി. സോ നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ 3 ഡിഫറെൻറ്റ് സെൽസിൽ 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് കിടക്കുന്നുണ്ട് അല്ലേ. ഈ 3 വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്ത് മിനിമം വാല്യൂ ഏതാണ് അതുപോലെ മാക്സിമം വാല്യൂ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. സോ അതിന് ഞാൻ ഇവിടെ മിനിമം വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ മെൻഷൻ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. സോ ഇവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ഈക്വൽ ടു മെൻ ഫങ്ഷൻ ബ്രാക്കറ്റിൽ C3 then F2 then F2 and E4 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ മെൻഷൻ ചെയ്യാം. മാക്സിമം വാല്യൂ ദെൻ ഈക്വൽ ടു കൊടുക്കുക മാക്സ്, ദെൻ മാക്സ് ബ്രാക്കറ്റ് ഓപ്പൺ and C3 then this one and the last one and bracket close, enter.
ഇവിടെ 56 മാക്സിമം വാല്യൂ ആൻഡ് 22 മിനിമം വാല്യൂ ആയിട്ട് കിട്ടി. നെക്സ്റ്റ് ഒരു റേഞ്ച് ഓഫ് സെൽസിൽ മിനിമം മാക്സിമം വാല്യൂ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. അതിന് സെലക്ട് ദ സെൽ വേർ യു വാണ്ട് ദ മിനിമം ഓർ മാക്സിമം വാല്യൂ ടു അപ്പിയർ. നമുക്ക് ആ റിസൾട്ട് എവിടെയാണോ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു മിൻ ഓർ ഈക്വൽ ടു മാക്സ് വാട്ട് എവർ, ആൻഡ് ദെൻ ബ്രാക്കറ്റിനകത്ത് ആ റേഞ്ച് ഓഫ് സെൽസ് ആണ് കൊടുക്കേണ്ടത്. ദെൻ എൻ്റർ. ഫോർ എക്സാമ്പിൾ ഈ ഒരു കോളത്തിലുള്ള സി കോളത്തിലുള്ള സെൽസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ റേഞ്ച് ഓഫ് സെല്ല് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എൻ്റർ ആയിക്കോളും. എന്നിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. ഇവിടെ ഞാൻ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസിൻ്റെ മാക്സിമം മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ഈക്വൽ ടു ദെൻ മെയിൻ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ദെൻ ഈ ഒരു എൻ്റയർ കോളം അങ്ങനെ അങ്ങ് സെലക്ട് ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇതുപോലെ മാക്സ് ഫങ്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റ് ഓപ്പൺ, ദെൻ എൻ്റയർ കോളം സെലക്ട് ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. സി മാക്സ് ആൻഡ് മിൻ വാല്യൂ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ഓട്ടോ ഫങ്ഷൻ മെത്തേഡ്. നമുക്ക് വേണ്ട സെൽസ് സെലക്ട് ചെയ്യുക, ദെൻ ഒരു എക്സ്ട്രാ സെല്ല് കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോ സം ബട്ടണിൽ പോയിട്ട് നമുക്ക് താഴെ പോയാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ മാക്സ് ഫങ്ഷൻ ആൻഡ് മിൻ ഫങ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഓട്ടോ സം ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഗ്രൂപ്പ് ഓഫ് സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ബ്ലാങ്ക് സെല്ല് കൂടി സെലക്ട് ചെയ്യുക, ദെൻ ഓട്ടോ സം ബട്ടണിൽ പോയിട്ട് മാക്സ് ഫങ്ഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാക്സ് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് ഇവിടെ ഇരുന്നോട്ടെ. ദെൻ അഗെയിൻ ഈ ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക, ഒരു എക്സ്ട്രാ സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോ സം ബട്ടണിൻ്റെ താഴെ പോയാൽ min function select ചെയ്യുക, then we can get the minimum value of this range. This is the easiest method without directly applying the max and min function. Video useful ആയെങ്കിൽ please do share and subscribe. And also one thing, most importantly, നമുക്ക് നമ്മുടെ ചാനൽ ഓൾറെഡി റീച്ച് ആയിട്ടില്ല. സോ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് നെക്സ്റ്റ് ടൈം കാണാൻ വിചാരിച്ച് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ലിസ്റ്റിൽ വരത്തില്ല, ബിക്കോസ് ഓൾറെഡി നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ യൂട്യൂബ് സെർച്ച് ലിസ്റ്റിൽ അത് വരത്തില്ല. സോ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.